ഹായ് ഗൈസ്, നമ്മൾ ആലപ്പുഴയിലുള്ള ABJ ജംഗ്ഷനിലെ AC സിനിമ തിയേറ്ററിലാണ്. നമ്മൾ നേരെ സിനിമ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ടൈം കഴിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ കൽബ് കാണാൻ വേണ്ടി വന്നതാണ്. പടം കണ്ടതിന് ശേഷം നമ്മൾ റിവ്യൂ അറിയിക്കാം. ഹായ് ഗൈസ്, നമ്മുടെ എല്ലാ ചാനൽ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനൊരു സിനിമയെ കുറിച്ച് റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ്. തുമ്പി പറ. ഇല്ല, കൽപ്പോറ. അപ്പം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മളിന്ന് പറയാൻ പോകുന്നത് കൽബ്, നമ്മുടെ സാജിദേഹിയുടെ പടത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ആലപ്പുഴക്കാരൻ ഒരു ദൃശ്യാവിഷ്കാരം തന്നെയാണ് നമ്മുടെ ആലപ്പുഴയെ നല്ല വരച്ചു കാട്ടിയിരിക്കുന്നത്. അടിപൊളിയായിട്ട് എന്തായാലും ചെയ്തിട്ടുണ്ട്. പ്രണയത്തിന്റെ 7 തലങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? വിരഹം വരുന്നുണ്ട്, ഫസ്റ്റ് അട്രാക്ഷൻ വരുന്നുണ്ട്, പിന്നെ മരണത്തെ കുറിച്ച് ലാസ്റ്റ് വരുന്നത് മരണമാണ് കേട്ടോ. അങ്ങനെ 7 മൗത്ത്, എങ്ങനെ 7 തലങ്ങളാണ് കാണിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം തുമ്പിക്ക് എന്താ തോന്നിയത്? എനിക്ക് ഭയങ്കര ഓവർ ആയിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാണുമ്പോ തന്നെ ഓവർ ആക്ടിങ് ആണ്. അതിനകത്ത് നായകൻ എന്ന് പറയുന്നത് ചിലപ്പം ആദ്യമായിട്ട് അഭിനയിക്കുന്നതിന്റെ ആയിരിക്കാം, എന്നാലും നല്ല രീതിയിൽ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞുതരാം. ആദ്യം കുറച്ച് പൈങ്കിളി ആ ഒരു ലെവലിലോട്ട് പോയെങ്കിലും കുറച്ചല്ല, നല്ല കുറച്ചധികം ഓവർ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് അതിനൊരു ക്ലീഷേ ആ ഒരു സംഭവത്തിലോട്ടൊക്കെ കൊണ്ടുപോയി. അത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇതെന്തോ ഓവർ കൊളവാക്കി കളഞ്ഞത്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഈ പടം ഫസ്റ്റ് കൊളവായെന്നാണ് വിചാരിച്ചത്. കാരണം നിങ്ങൾ വിചാരിക്കരുത് നമ്മള് പടത്തിന് ഡിഗ്രേഡ് ചെയ്യുവാണെന്ന്. പക്ഷെ നിങ്ങളെല്ലാം ഇത് കാണണം, ഫുള്ള് കണ്ടാലേ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. അല്ല, ഫസ്റ്റ് ഹാഫ് എന്ന് പറയാൻ നേരത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചില് കുറച്ച് കാൽപ്പോടോ കൂട്ടുകാരന്മാരും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ബീച്ചിലൊരു വൈബ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ കാൽപ്പോ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. സിദ്ദീഖാണ് അച്ഛനായിട്ട് വരുന്നത്. അവര് സിദ്ദീഖിനെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. വേറെ ലെവല് പുള്ളിക്കാരൻ വന്ന് അഭിനയിക്കുന്നു, കാശ് മേടിക്കുന്നു, വേറൊരു തലത്തിലോട്ട് എത്തിക്കുന്നു, പുള്ളിക്കാരൻ പോകണം അങ്ങനെ. പക്ഷെ ഈ കാൽപ്പോ എന്ന് പറയുന്നത് വന്നല്ലേ ഉള്ളൂ. ചിലപ്പം കാര്യം പറയാം, നമ്മള് ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമില് ജസ്റ്റ് നമുക്ക് രണ്ടുപേർക്കും സിദ്ദീഖ് കാണാനൊരു അവസരം കിട്ടി. നമ്മൾ പോയി കണ്ട് സംസാരിച്ചായിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇവിടെ ആലപ്പുഴ നമ്മളെ വീടിനപ്പുറം നിന്നായിരുന്നു ഫുള്ള് ഷൂട്ടിങ്. നമ്മൾ ഈ കഫേ കെറ്റാമറിന്റെ വാതിക്കൽ തന്നെയാണ് താമസിക്കുന്നത്. ആലപ്പുഴയിൽ അതിനകത്ത് കാണിക്കുന്ന തന്നെ കഫേ കെറ്റാമറിന്റെ ഒരു കഫേ തന്നെയാണ്. അത് കണക്ക് തന്നെയാണ് ആ പടത്തിനകത്തും ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽപ്പോടെ കഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തന്നെ അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മ മരിച്ചുപോയതാണ്. പിന്നെ അവന്റെ സുഹൃത്തുക്കളൊക്കെ അടങ്ങുന്ന ഒരു ലോഗോ ആണ് അവൻ്റെത്. അവന്റെ കഫേയും അച്ഛൻ നടത്തുന്ന കഫേ കെറ്റാമറിനും അങ്ങനെ ഒരു ലോഗോ ആണ്. പിന്നെ അവന്റെ ഒരു വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പുറത്തുള്ള ഒരു വിദേശത്തെ ഒരു മദാമയെ ഒന്ന് കറക്കുക, അങ്ങനെ നാട് വിട്ട് രക്ഷപ്പെട്ട് ക്യാഷുകാരനായിട്ട് വരിക. അതാണ് അവന്റെ സ്വപ്നം, അതാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു വൈബാണ് അതിനകത്ത് കാണിക്കുന്നത്. പക്ഷെ അതിനിടയിലേക്കാണ് നമ്മുടെ കഥാനായിക വരുന്നത്. അതായത് തുമ്പി കടന്നു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ABT ആലപ്പുഴയിലെ ABT പാലത്തിന്റെ മേളിലാണ് ഒരു മാടത്തെ ഇരിക്കുന്നത്. അപ്പം മറ്റേ കാണാത്തവര് കണ്ടോട്ടെ, അങ്ങനെ ഒരു ഇതുണ്ട്. അത് നമ്മൾ പറയില്ല. നമ്മുടെ ആലപ്പുഴയിലെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം കൽബ് എന്ന് പറയത്തില്ലേ, കൽബാണ്. അതാ ആലപ്പുഴയെ കുറിച്ചൊരു പാട്ട്, ആലപ്പുഴയെ കുറിച്ച് എല്ലാ പാലത്തിനെ കുറിച്ചും നല്ല അതിനകത്ത് ആലപ്പുഴയിൽ എന്തൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ അതെല്ലാം ആ പാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിന് സാജിദേഹിയോട് നമ്മുടെ ആലപ്പുഴയെ കുറിച്ച് ഇത്രയും അടിപൊളിയായിട്ട് ഒരു പടത്തിൽ കൊണ്ടുവന്നതും മുല്ലയ്ക്ക് വരെ ഉൾപ്പെടുത്തി ആ ഒരു പാട്ടൊക്കെ തയ്യാറാക്കിയതിന് ആദ്യം തന്നെ സാജിദേഹിയോട് ഒരു ബിഗ് സല്യൂട്ട്. എനിക്ക് പേഴ്സണലി അറിയാം. നമ്മളിപ്പോ നമ്മൾ ആലപ്പുഴയിൽ താമസിക്കുന്നതുകൊണ്ടാണ് ആലപ്പുഴയെ ഇങ്ങനെ പൊക്കി പറയുന്നതെന്നൊന്നും വിചാരിക്കുന്നത് ഒരിക്കലും അല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ആലപ്പുഴക്കാരന് അങ്ങനെയല്ലല്ലോ നമ്മൾ പോണത്. നമ്മൾ ആ പടം കാണാൻ വേണ്ടിയാണ്. അതിന്റെ പുറകിലെ സംവിധായകന്റെ കഷ്ടപ്പാടുകളും എന്തൊക്കെയാണ് പുള്ളി ആലോചിച്ച് തിങ്ക് ചെയ്ത് ഇത്രയും ക്രിയേറ്റിവിറ്റി ആയിട്ട് നമ്മുടെ ആലപ്പുഴയെ വെച്ചിട്ട് ഇങ്ങനെ പടം പിടിക്കണം. ആലപ്പുഴക്ക് ഇത്ര ഭംഗി ഉണ്ടായിരുന്നു. നമ്മുടെ ആലപ്പുഴയില് നമ്മളുണ്ടായിട്ട് ഇത്രയും ഭംഗി നമ്മൾ ആലപ്പുഴയിൽ ആസ്വദിച്ചിട്ടില്ല. കാരണം ആ പടത്തിന് തിയേറ്ററിൽ പോയിരിക്കാൻ നേരത്താണ് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. ആദ്യത്തെ ഹാഫ് വീട് ഞാൻ ഓർത്ത് നമ്മൾ ഇത്രയും 150 ടിക്കറ്റ് ഒക്കെ എടുത്ത് തിയേറ്ററിൽ പോയിരുന്ന വെറുതെ ആണോ തുമ്പി ഞാൻ ചോദിച്ചായിരുന്നു. തുമ്പി പറഞ്ഞു കാൽപ്പോ വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കാന്നാണ്.
പക്ഷേ കഥ ഫുള്ള് നമ്മൾ പറയുന്നില്ല, ചെറിയൊരു നല്ല ലാഗായിരുന്നു. അത് ഇപ്പം ഒരു പടത്തിന്റെ പുറകില് ഉള്ളത് പറയണം, സംഭവം ശരിയാണ്. അതിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമല്ലോ. ഒരു പടമാണ്, നമുക്ക് നല്ലതും കാണാം ചീത്തയും. വേറൊരു കാര്യം പിന്നീടാണ് മനസ്സിലായത്. വേറൊരു കാര്യം മനസ്സിലായതിന്റെ പൊന്നോ, നമ്മൾ ആ സെക്കൻഡ് ഹാഫ് പുറത്തു പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നൊരു പോപ്പുലർ ചായയൊക്കെ കുടിച്ച് വന്ന് അവിടെ പൈസ നമ്മൾ പുറത്തിറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു പണിയായ നമ്മുടെ ചെറിയൊരു വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാര്യം, നമ്മൾ ഈ തിയേറ്ററിൽ പോയി കാണാത്തവരൊക്കെ പറയും ആ സാജിദേഹിന്റെ പടമല്ലേ, ചിലപ്പോ ചെറിയ സംവിധായകനല്ല അങ്ങനെ. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ. ഇതിന്റെ സെക്കൻഡ് ഹാഫ് നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നിരിക്കാൻ നേരത്താണ് ബാക്കി രംഗങ്ങൾ തുടങ്ങുന്നത്. എന്റെ മോനെ വേറെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രണയം എന്ന് പറയുമ്പോ ആ പ്രണയത്തിന്റെ എല്ലാ തലങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഈ പടത്തില് ഉള്ള രംഗങ്ങളും കാഴ്ചകളും മനുഷ്യരുടെ നമുക്ക് ഇപ്പൊ ഈ പടം കണ്ടിരിക്കുന്ന മിക്കവരുടെ മനസ്സ് ഈ ഒരു കഥാപാത്രത്തില് ഈ കഥാപാത്രം നമ്മൾ ആയിട്ട് നമ്മളങ്ങനെ ആയിട്ടുണ്ടായിരുന്നല്ലോ എന്നിതായിപ്പോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ സ്റ്റാഫ് ഉണ്ടല്ലോ, അതങ്ങനെ എടുത്തത് തന്നെയാണ് കറക്റ്റ്. ക്ലൈമാക്സ് അങ്ങനെ പൊളിക്കത്തുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ക്ലൈമാക്സ് ആ ഒരു ലെവലിലോട്ട് വന്നത്. ആ ക്ലൈമാക്സ് ആ ഒരു ലെവലിലോട്ട് വന്നതിന്റെ കാര്യം ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ആ പടം അത്രക്ക് ലെവലിലോട്ട് ചെയ്തു. പലരും പല രീതിയിൽ പറയാം, പക്ഷെ നീ പോയി തിയേറ്ററിൽ പോയിരുന്ന് കാണണം. എന്റെ മോനെ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഇറങ്ങി പോവാനും പടം കൊള്ളത്തില്ല എന്നും പറഞ്ഞ് ചില റിവ്യൂ കണ്ടിട്ട് അവന്റെ റിവ്യൂ ഉണ്ട് മടുപ്പാണ് അങ്ങനെ. പക്ഷെ ആ റിവ്യൂ പറയുന്നവൻ ചിലപ്പോ ഞങ്ങളും ഇപ്പൊ ഫസ്റ്റ് ഹാഫ് കൊള്ളത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കരുത് ഇതും ഫുള്ള് കാണണം എന്നാലേ. പക്ഷേ സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ പടം നമ്മൾ സിനിമ പോലെയാവും. ഫസ്റ്റ് നമ്മൾ മടുപ്പിച്ചു കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആ ഒരു ഈ വീഡിയോ ഫുള്ള് കാണുമെന്ന് പറയുന്നത് ഫുള്ള് കേൾക്കണം. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെ ഒരു കഷ്ടപ്പാടും ആ ഒരു സിനിമ ഒരു റിയൽ ലൈഫാണ് അതിനകത്തോട്ട് കാണിക്കുന്നത്. ആ ഒരു പ്രണയവും പിന്നെ പോലീസ് കേസ് ആവുന്നതും വീട്ടിൽ പിടിക്കുന്നതും അങ്ങനെ ഒരു പ്രണയം, ലാസ്റ്റ് നായിക ഇങ്ങനെ ഇതാകുന്നതും അത് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. സാജിദേവിയുടെ കഴിവ് അതിനകത്ത് ശരിക്കും തെളിയിച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണെന്നാണോ നോക്കിയപ്പോ എന്റെ കൽബ് അവിടെ ഇരുന്ന് കരയുന്നു. ഞാൻ നോക്കിയപ്പോ ആ ഒരു തലത്തിലോട്ട് കൊണ്ടുപോയി. എനിക്ക് ഇമോഷണലി അങ്ങനെ ടച്ച് ആകാത്തൊരു ആളാണ് ഞാൻ. പക്ഷേ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരാളുടെ പോലും കണ്ണ് നിറയാണ്ടിരിക്കത്തില്ല. അതേ കണക്ക് എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ അതേ കണക്ക് തന്നെ പറയേണ്ട ഒരു ആളുണ്ട്, നമ്മുടെ അബൂ സലീം എന്ന് പറയുന്ന നമ്മുടെ റീൽസ് ഒക്കെ ചെയ്യുന്ന പയ്യനാണ്. പക്ഷെ അവന ഒരു ഗുണ്ടാ ഒരു സെറ്റപ്പിലാണെന്ന് തോന്നുന്നു അങ്ങനെ. പക്ഷേ അവന്റെ ക്യാരക്ടർ അത് നമുക്ക് റീൽസ് ചെയ്യുമ്പോ തന്നെ അബൂ സലീമിനെയൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ കാണുന്നതാണ്. പയ്യൻ വേറെ ലെവലാണ്. സാജിദേവിയ കൊടുത്ത റോള് അവൻ അതിനേലും ഭംഗിയായിട്ട് അവനത് കൊണ്ടുപോയി ചെയ്തു. അടിപൊളിയായിട്ട് നല്ല കഴിവുള്ള പയ്യനാണ്. ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ. പിന്നെ ഇടയ്ക്ക് കടൽ മച്ചാനെ കൊണ്ടുവന്നത്. കടൽ മച്ചാന് ചെറിയ റോളാണ് കൊടുത്തെങ്കിലും കടൽ മച്ചാൻ അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുപേരൊക്കെ പുതുമുഖങ്ങളാണ്. എല്ലാരും അവരവരുടെ റോൾ. ഇപ്പൊ നമ്മള് ഈ RDX പടം ഇറങ്ങിയപ്പോ ദുൽഖറിന്റെ മറ്റേ നമ്മുടെ കൊത്ത ഇറങ്ങിയപ്പോ എല്ലാരും പറഞ്ഞു RDX പിള്ളേർ അഭിനയിക്കുന്ന പടമാണ്, ചിലപ്പം ദുൽഖറിന്റെ പടമായിട്ട് ഇറക്കുന്നോണ്ട് ചിലപ്പോ ആ പടം ഓടത്തില്ല. എന്നിട്ട് ഏത് പടം ഓടിയത്? RDX വേറെ ലെവലിലോട്ട് പോയി. എന്ത് ഷൈനികത്തിന്റെയും നമ്മുടെ എന്താണ് പെപ്പയുടെയും അഭിനയം പോയി. ഞാൻ വേറൊരു എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. ഈ നായകൻ കുഴപ്പമൊന്നുമില്ല. നായകന് പകരം നമ്മുടെ ഷൈനികമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലതാണ്. അത് ഇവള് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിസ്മത്ത് പടം കണ്ടിട്ട് ആ ഒരു പടത്തില് ആ ഒരു പ്രണയരംഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഷൈനികം അഭിനയിച്ചത് കൊണ്ടാണ് ഇവൾ അങ്ങനെ പറയുന്നത്. അപ്പം സംവിധായകന്റെ മനസ്സിലൊരു ഐഡിയ കാണുമല്ലോ, പുതിയ ഉള്ളവരെ വെച്ച് അഭിനയിപ്പിക്കുമ്പോഴത്തേക്കും പുതിയ നടന്മാര് വളർന്നു വരത്തില്ല. അത് സംവിധായകൻ അത് അവരെടുത്തോളും. അത് നമ്മൾ പറയുന്നത് അത് ഇവളുടെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അത് കിസ്മത്ത് ഇവള് കണ്ട് അഡിക്റ്റ് ആയതുകൊണ്ടാണ്. എന്ന് വെച്ചാലും പടത്തിനെ നമ്മൾ ഒരിക്കലും പറയുന്നില്ല, പടം കാണേണ്ട. നമ്മൾ ഈ കഥ കേട്ടിട്ട് ഒരിക്കലും വിലയിരുത്തി കാണരുത്. റിവ്യൂ നെഗറ്റീവ് അടിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ചിലപ്പോ ഈ റിവ്യൂ കണ്ടിട്ട് ഓർക്കും പടം കാണാൻ വേണ്ട മടുപ്പായിരിക്കും. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മുടെ ഒരു മരണത്തെ ഇത്രയും മുസ്ലിം സമുദായത്തില്
ഒരു മരിപ്പ് എങ്ങനെയാണോ അതൊക്കെ കറക്റ്റ് അതെ, ആ ഒരു ഇതൊക്കെ കാണിക്കുമ്പോ നമ്മളെ ശരിക്കും നമ്മുടെ മനസ്സൊന്ന് ഇതാവും, ഒന്ന് വിതുമ്പും. അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ്. ആ ടൈമിൽ ഞാൻ പറഞ്ഞു ഇത്രയും വേണ്ടായിരുന്നു. കാര്യം ഇവിടെ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രക്ക് വേണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കളയുന്നു. സാജിദ് അങ്ങനത്തെ ഒരു ഇത് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് വെച്ചാൽ പുള്ളി അങ്ങനത്തെ ഒരു വൈബാണ് കാണിക്കുന്നതല്ല. ഒറിജിനാലിറ്റി തന്നെ കാണിക്കണം, പക്കായിരിക്കണം, ആ ഒരു ലെവലാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് നോക്കും ഇത് ഭയങ്കര ഇത്രയും കാണിക്കണാണ്. കാരണം നമുക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇതിൽ ഇത്രയും ഭയങ്കര ഇമോഷണൽ. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇച്ചിരി മടുപ്പാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ ഇത്രക്ക് പോലെ ആയിരിക്കണമെങ്കിൽ ഫസ്റ്റ് ഹാഫ് അങ്ങനെ തന്നെ പിടിച്ചാലേ അത് കറക്റ്റ് വരത്തുള്ളൂ. അത് സംവിധായകന് അറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ പടം കഥ എഴുതുന്ന ആൾക്കും അറിയാലോ ഇത് ഇന്ന പോലെയാണ് ഫസ്റ്റ് ഹാഫ് വരുന്നത്, സെക്കൻഡ് ഹാഫ് ഇങ്ങനെ. നമ്മളിത് കണ്ട് ഓരോ 7 തലങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മൾ സത്യമാണ് 7 തലങ്ങളിലോട്ട് നമ്മളിങ്ങനെ ലാസ്റ്റ് മരണം വരെ കൊണ്ടുപോകുന്നു. ലാസ്റ്റ് നായകന്റെ റിലേയും പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ആ നായകന്റെ ഒക്കെ ഒരു കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയി പോയി. ഇത് കണ്ടിട്ടേ ഭയങ്കരമായിട്ട് ഫീൽ ആയി പോണു. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ എനിക്ക് ഹാർട്ട് ടച്ചിങ് ഒന്നും വലിയതായിട്ട്. പക്ഷെ ആ പടത്തിനകത്ത് ആ ഒരു ഇതൊക്കെ കണ്ടപ്പോ എന്റെ മോന് കൈവിട്ടു പോകണം. ഞാനപ്പോ ചോദിച്ചു ഇത്രക്കൊരു പ്രണയരംഗം ഇത്രയും ഇതിനകത്തോട്ടൊക്കെ കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ചിലപ്പോ സാജിദേവിയാക്കി ഇതിനകത്ത് പ്രണയമൊക്കെ ഉണ്ടായിരുന്നായിരിക്കും ചിലപ്പം. അല്ല ഞാൻ അങ്ങനെ പറയുന്നത് ചിലപ്പോ അങ്ങനെയൊക്കെ കൊണ്ടുവന്നതാണെങ്കിലോ പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ആരെങ്കിലും ജീവിതം ജീവിതം കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ ജീവിതത്തിലും ഈ കണക്കത്തെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. നമ്മള് സാജിദേവിയുടെ കുടുംബം തകർക്കാൻ വേണ്ടി പറയുന്നില്ല. പുള്ളിനെ കുറിച്ചല്ല പറഞ്ഞത്, പുള്ളി വേറെ ലൈഫ് കണ്ടിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോ ഇങ്ങനെ ഒരു കഥ കൊണ്ടുവന്നിട്ട് ഈ ഒരു ലെവലിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. അപ്പം ഈ പടത്തിനകത്ത് പാട്ടിട്ട് പോയി പറയും ഞാൻ ഏതാ പടത്തിൽ കണ്ടിട്ടാണ്. പാട്ട് നേരത്തെ ഇറങ്ങിയതാണല്ലോ, അത് കേട്ടിട്ടാണ് ഈ പറഞ്ഞത്. അവനാണ് ഈ പാട്ട് നേരത്തെ ഇറങ്ങിയതാണ്, അതുകൊണ്ടാണ് ഈ പാട്ട് കേട്ടാ ശരിയാണല്ലേ. പക്ഷെ പാട്ട് വേറെ അതിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ അത് ആ സിനിമയിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. അല്ല സിനിമയിലുണ്ട്. നമുക്ക് ആ പുള്ളിക്കാരൻ വേറെ മാപ്പിളപ്പാട്ട് പാടുമ്പോൾ ഈ പടത്തിനകത്ത് കത്തിയിലേതാണെന്ന് ഇത് കണക്ക് നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ടല്ല കിഡിക്കം പടത്തിന്റെ റിവ്യൂസ് നമ്മൾ ഇടക്കിടക്ക് അപ്ലോഡ് ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിറങ്ങിയ പടങ്ങളായിരിക്കും, പക്ഷെ അതാരും ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒത്തിരി പടങ്ങളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പടമാണ്, ആ പടം കൊള്ളത്തില്ല. നല്ല എത്രയോ പടങ്ങൾ അത് വെച്ചിട്ട് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ പരീത് കൊണ്ടായിരുന്നു നമ്മുടെ ആലപ്പുഴക്കാരൻ ഗഫൂർ ഇല്യാസ്. ഇത് കേൾക്കുമ്പോൾ വീണ്ടും ആലപ്പുഴക്കാരന്റെ അല്ല ആലപ്പുഴക്കാരൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരീത് കൊണ്ടായ പടം ഉണ്ടല്ലോ, ആ പടം ഈ ആലപ്പുഴ സംവിധായകന് ചെറുതാണ് എന്താണ് ഇങ്ങനൊന്നും കാണരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കലാപവും ഷാജോണിനെ വെച്ചിട്ട് വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോയ പടമാണ് ഈ പരീത് കൊണ്ടാരി എന്ന് പറയുന്നത്. അത് കാണണം, ഫുള്ള് കണ്ട് മനസ്സ് തുറന്നിരുന്ന് ഇരുത്തി ആ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയും വേറെ. അപ്പൊ നമ്മൾ അടുത്തൊരു ഇത് ചെയ്യുന്നുണ്ട്, പരീത് കൊണ്ടാടിനെ കുറിച്ച് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പറഞ്ഞില്ല, നമ്മൾ ഇപ്പൊ ഈ ഓരോരുത്തർ പടം കാണാനായിട്ട് ആഗ്രഹമുള്ളവരാണ്. നല്ല പടങ്ങള് ചിലപ്പം നല്ല പടങ്ങൾ ഒരു പുതിയ പടങ്ങൾ നമ്മള് തന്നെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറെ പടങ്ങളുണ്ട്. അങ്ങനെ കുറെ പടങ്ങൾ ഈ ആഗ്രഹമുള്ളവരുണ്ടല്ലോ അവരിലോട്ട് നമ്മൾ എത്തിച്ചേരാനുള്ള വേണ്ടിട്ട് നല്ല അടിപൊളി പടങ്ങൾ നമ്മൾ ഇങ്ങനെ റിവ്യൂ ചെയ്യും. അതിന്റെ ലിങ്കും താഴത്ത് കൊടുക്കും, അത് നിങ്ങൾ പോയി കാണുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടുക്കം പടമൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം പടം നമ്മൾ കാണാത്തതെന്ന് പറയാം. പ്രണയത്തിന് ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിച്ച പടമാണ് കൽബെന്ന് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ ഒത്തിരി പ്രണയ പടം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ കിസ്മത്തുണ്ട്. ഇതൊക്കെ ഒരു പ്രണയം മറ്റേ തട്ടത്തിൽ മറയത്ത് ആ ഒരു ഇതും അങ്ങനെയാണ്. മുസ്ലിമിനെ പ്രണയിക്കുന്ന ഒരു ഹിന്ദു അങ്ങനത്തെ ഒരു ലെവലാണ്. മതത്തിനെ പറയുന്നില്ല, ഇതും അത് കണക്കല്ല. ഇത് മുസ്ലിമും ഒരു ക്രിസ്ത്യൻ അങ്ങനെ ഒരു ലെവലിലാണ്. ഇന്ത്യൻ ആണ് കേട്ടോ ഈ നമ്മുടെ കാൽപോ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സായിപ്പ് എന്നാണ് പുള്ളിക്കാരന്റെ ആ ഒരു ലെവലിലോട്ട് കൊണ്ടുവരുന്ന പടമാണ്. അപ്പം നിങ്ങൾ പ്രണയത്തിന് ഇഷ്ടപ്പെടില്ല, ഒരു ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ രണ്ടച്ഛന്മാര് ഇതിനകത്ത് കാൽപോയുടെ ഫാദറും
പിന്നെ നമ്മുടെ ഈ തുമ്പിയുടെ ഫാദറിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പി ഇങ്ങനെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഇന്ന പോലെ നായിക ഒരു വില്ലൻ വേണമല്ലോ. നായിക ലാസ്റ്റ് ഒരു മൗത്ത് മരണം ആ ഒരു ലെവലിലോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള തന്തമാർക്ക് ഇങ്ങനെയുള്ള ശിക്ഷ തന്നെ കിട്ടണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൂട്ടി വെച്ച് സ്നേഹിക്കുന്നവർ സ്നേഹിക്കട്ടെ, പ്രണയിക്കുന്നവർ പ്രണയിക്കട്ടെ, അവരുടെ ഇഷ്ടമാണെങ്കിൽ അങ്ങ് നടത്തി കൊടുക്കുക. ലാസ്റ്റ് നായിക മൗത്ത് എന്നിട്ട് ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അയാളുടെ റോള് ഞാനിവരോട് ചോദിച്ചു, പുള്ളി എന്ത് അഭിനയമാണ് എന്റെ നമ്മളെ ലെനയാണ് നായികയുടെ അമ്മയായിട്ട് ഉമ്മയായിട്ട് അഭിനയിക്കുന്ന. അതിനകത്ത് സൗദ എന്നാണ് ലെനയുടെ റോള് വരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ വിളിക്കുന്ന ഒരു ലെവലുണ്ട് കേട്ടോ. നമുക്ക് ഒരു നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ ഒരു കൊച്ചാപ്പാമൂത്താമാരൊക്കെ ആ ഒരു വിളിയില്ലേ, എടി സൗദേ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് എന്റെ അറിയാവേ ഒന്നും പറയാനില്ല. ഇപ്പൊ ഫാമിലിയായിട്ട് എല്ലാരും പോയിരുന്ന് ഈ പടം തിയേറ്ററിൽ പോയിരുന്ന് കാണണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ എന്നാല് സാജിദേവിയാക്ക് ആ ഒരു പടത്തിലുള്ള ഒരു വിജയം വന്നാല് സാജിദേവി നമുക്ക് അടുത്തൊരു പടം ഇതേ കണക്കത്തെ ടച്ചിങ് ആയിട്ടുള്ള പടം നമ്മളിലോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പടങ്ങൾ എന്നും വിജയിപ്പിക്കണം. നല്ല പടങ്ങൾ നമ്മൾ ഓരോ പടം നമ്മളെ വലിയ നടന്മാരാണ്, നമുക്ക് എല്ലാവർക്കും ആ പടം കാണാം. ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാന്ന് പറഞ്ഞിട്ടില്ല. നമ്മളുടെ ഇടക്കുള്ള ആള് ഇത്രയും നല്ലൊരു പടം പിടിക്കാൻ നേരത്ത് നമ്മളാണ് പോയിരുന്ന് കണ്ട് വിജയിപ്പിക്കേണ്ടത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായിട്ട് ഞാൻ ആലപ്പുഴക്കല്ല ഈ കഫേ കേറ്റാമാരുടെ വാദിക്ക് തന്നെ എന്താ പറയുക. എന്നിട്ടോടും ഞാൻ ഇവിടുത്തെ വൈകിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ കഫേ കേറ്റാമാരെ ഞാൻ അതിലെ പോകുമ്പോഴും ജസ്റ്റ് കാണുന്നില്ല, ഞാൻ കയറില്ല. നമ്മളടുത്താണ് ഈ കഫേ കേറ്റാമാര്, നമ്മളങ്ങോട്ട് നോക്കുന്നില്ല. ആ ഒരു പടത്തിൽ അതുപോലെ തന്നെ ബീച്ച്, നമ്മുടെ ആലപ്പുഴ ബീച്ച്. വേറൊരു കാര്യം പറയാം, നിങ്ങൾ ആ സിനിമ കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടം, ഭയങ്കര നഷ്ടമായി പോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് വേറെ നേര് മോഹൻലാലിന്റെ പടത്തിന്റെ ഒരു വൈബി നിൽക്കുമായിരുന്നു. അത് കാണാൻ പോകുന്നത് സത്യം പറഞ്ഞു ആ പടം കാണാൻ പോകുന്നത്. ഈ സിനിമ ഈ കൽബ് കണ്ടതിന് തലേ ദിവസം നമ്മൾ കണ്ടത് മമ്മൂട്ടിയുടെ നമ്മുടെ ഓസ്ലറാണ് കണ്ടത്. അത് പക്ഷെ നമ്മൾ നേരെന്നുള്ള പടത്തിനാണ് പോകാനിരുന്നത്. പക്ഷെ നമുക്ക് ആ നേരെന്നുള്ള പടം കാണാനും പറ്റില്ല. എന്തായാലും പടം കാണാൻ തിരിഞ്ഞിറങ്ങി, നേരെ കൽബ് കാണാൻ പോയി. കൽബ് കാണാൻ സത്യം പറഞ്ഞാൽ ഇറങ്ങിയപ്പോ മനസ്സൊക്കെ എന്തോ ഭയങ്കര വിഷമം പോയി. നേരെ നമുക്ക് ആ ഒരു ഫീലായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി ആ പടം കണ്ടോ, നഷ്ടമാകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും. ഇത് കാണാത്തവർക്ക് വൻ നഷ്ടമായിരിക്കും. അതും നമ്മൾ ഈ ഫോണിൽ വന്നിട്ട് ടിവിയിൽ വന്നിട്ട് പ്രമോഷൻ നമ്മളതിന് വലിയ ആൾക്കാർ പ്രമോഷൻ മേടിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ സിനിമയുടെ ഒന്നും ഇതുവരെ ചെയ്തിട്ടുമില്ല. നിങ്ങൾ വേണമെങ്കിൽ കയറി നോക്കിക്കോ. ഇപ്പൊ നമ്മള് ആദ്യമായിട്ടാണ് കൽബിന്റെ റിവ്യൂ പറയും. ഒരു പടത്തിന്റെ റിവ്യൂ എന്ന് പറയുന്നത് ആദ്യമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണക്കത്തെ ഒരു പടമായതുകൊണ്ട് എന്റെ ചാനലിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ ചാനലില് ആദ്യം നമ്മളങ്ങനെ പറയും. നമ്മൾ പല പടം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് കുറ്റം പറയാൻ നല്ലത് പറയില്ല. പക്ഷെ ഈ പടത്തിനെ കുറിച്ച് നമ്മളിപ്പോ പറയില്ലേ, ഫസ്റ്റ് ഹാഫിൽ കുറ്റം പറയും. ഇപ്പൊ സംവിധായകൻ ഉണ്ടായാലും നമ്മുടെ നാട്ടുകാരെ ഉണ്ടായാലും ആരും ഉണ്ടായാലും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അതിനെ കുറിച്ച് പറഞ്ഞത് കാര്യം. അപ്പൊ നമ്മൾ കൂടുതൽ ഇത് വലിച്ചു നീട്ടുന്നില്ല. എല്ലാവരും ഫാമിലി ആയിട്ട് തിയേറ്ററിലോട്ട് പെട്ടെന്ന് വിട്ടോ. നല്ല കലാകാരന്മാരെയൊക്കെ വളർത്തിക്കൊണ്ടുവരണം. ഞങ്ങൾക്ക് സപ്പോർട്ടും ചെയ്യണം. നമ്മളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും എല്ലാവരും ഫാമിലി ആയിട്ട് നേരെ സിനിമാ തിയേറ്ററിലോട്ട് വിട്ടോ. അപ്പൊ എന്റെ കൽബിന് കൽബ് കണ്ടുകഴിയുമ്പോ മനസ്സിലാവും എന്താണ് കൽബിന്റെ വില എന്ന്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ